കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ചുങ്കക്കുന്ന് സ്വീകരണം നൽകുന്നു. മതേതരത്വം, ഭരണഘടന സംരക്ഷിക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉറപ്പാക്കുക, വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് AKCC ചുങ്കക്കുന്ന് മേഖലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകാൻ തീരുമാനിച്ചു. ഒക്ടോബർ 15 മാനന്തവാടി രൂപതയിൽ പര്യടനം നടത്തുന്ന ജാഥയ്ക്ക് രാവിലെ 7:30 ചുങ്കക്കുന്ന് ഫാത്തിമമാത പള്ളി അങ്കണത്തിൽ ഫൊറോനയിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു. സ്വീകരണത്തിന്റെ ഭാഗമായി ഫൊറോന വികാരി റവറൻ ഫാദർ പോൾ കുട്ടാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 101 സംഘാടക സമിതി രൂപീകരിച്ചു. റവറൻ ഫാദർ പോൾ കുട്ടാല, റവറൻ ഫാദർ ടോമി പുത്തൻപുരയ്ക്കൽ, മാത്യു കൊച്ചുതറയിൽ, ജിൽസ് മേക്കൽ, ജോൺസ് തൊട്ടിയിൽ, സാലി കണ്ണന്താനം, ബിജു പോയ്ക്കുന്നൽ, C ജാൻസി പോൾ, C റോസിന തുടങ്ങിയ നിരവധി പേരെ ഉൾപ്പെടുത്തി കമ്മിറ്റികളുടെ കൺവീനർമാരായി 101 സംഘാടക സമിതി രൂപീകരിച്ചു. AKCC മേഖലാ ഡയറക്ടർ ടോമി പുത്തൻപുര, AKCC മേഖലാ പ്രസിഡന്റ് മാത്യു കൊച്ചുതറയിൽ, മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസ് കുര്യാക്കോസ്, രൂപതാ സമിതി യോഗമംഗം ജിൽസ് മേക്കൽ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് ആഞ്ഞിലിമേലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ ആഭിമുഖ്യത്തിൽ 15-ാം തീയതി മാനന്തവാടി രൂപതയിൽ പര്യടനം നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ചുങ്കക്കുന്നിൽ സ്വീകരണം നൽകുകയാണ്. 15-ാം തീയതി രാവിലെ 7:30 ചുങ്കക്കുന്നിൽ സ്വീകരണം നൽകുന്നത്. ചുങ്കക്കുന്ന് ഫൊറോനയിലെ 10 ഇടവകകളുടെ നേതൃത്വത്തിലാണ് ഈ സ്വീകരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വീകരണത്തിൽ ഫാത്തിമമാത ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ കൂട്ടാല അധ്യക്ഷനായിരിക്കും. മേഖലയുടെ പ്രസിഡന്റ് ശ്രീ മാത്യു കൊച്ചുതറയിൽ സ്വാഗത പ്രഭാഷണവും, അതുപോലെ തന്നെ മേഖലയുടെ സെക്രട്ടറി ജോൺസൺ തൊട്ടി നന്ദിയും പറയുന്നതാണ്. കത്തോലിക്ക സഭയോടുള്ള പൊതുസമൂഹത്തിന്റെ ധാരണ മാറുന്നതിനും അതുപോലെ തന്നെ സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരക്ഷണ യാത്രയുടെ പ്രധാനമായ ലക്ഷ്യം. പല മേഖലകളിലും സഭ അവഗണന ഇപ്പോൾ നേരിടുന്നുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖലയോട് സർക്കാർ നടത്തുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളത് പ്രധാനമായ ലക്ഷ്യമാണ്. മറ്റ് എയ്ഡഡ് മേഖലകളോട് സർക്കാർ കാണിക്കുന്ന സമീപനം, അനുകൂല സമീപനം ഇന്ന് കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളോട് ഇല്ല എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ സഭാംഗങ്ങൾ, സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ സമുദായത്തോടുള്ള, കത്തോലിക്ക സമുദായത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ഈ യോഗം ആവശ്യപ്പെടുന്നത്. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ, എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും, കൂടാതെ കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. Also at Kanyangad, Payyannur, Kannur and Mele Pattambi.